കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നമ്മളെ ഒരു അറപ്പ് ഉണ്ടാക്കുന്ന ഒരുപാട് സീൻസ് ഒക്കെ കിടില സിനിമയായിരുന്നു. അതായത് സ്റ്റോറി ഒന്നും നോക്കാതെ വയലൻസ് മാത്രം കാണാനായിട്ട് വന്ന് കാണാം. ഉറപ്പായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസ്. ജംസ്കെയർ മൊമെന്റ്സ് ഒക്കെ ഒരുപാടുണ്ടോ? ജംസ്കെയർ മൊമെന്റ്സ് ഒരുപാടില്ല, കുറച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല. പീക്ക് ലെവൽ വയലൻസ് ആണോ? വയലൻസ് പീക്ക് ലെവലാ, രക്ഷയില്ല. അത് തുടക്കം മുതൽ അവസാനം വരെ വയലൻസാ. നമുക്ക് ദേഹമൊക്കെ ഒരുമാതിരി കോരിത്തിരിക്കുന്നുണ്ടോ? ഏറെക്കുറെ. എനിക്ക് പേഴ്സണലി വയലൻസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോ അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നല്ല സിനിമ. ബാക്കി പാട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ബാക്കി പാട്ടിന്റെ ആ ഒരു ലെവൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് വന്ന ഈവിൾ ഡെഡ് റൈസിലെ ഒരു മറ്റേ എലിവേറ്റർ സീൻ ഉണ്ട്, അതുപോലത്തെ ഒരുപാട് സീൻസ് ഇതിലുണ്ട്. പിന്നെ ഒരു സിംഗിൾ ഷോട്ട് പരിപാടിയുണ്ട്, അതെല്ലാം അടിപൊളിയായിരുന്നു. നല്ല പേടിക്കാണ്ടായിരുന്നു. മീൻസ് ജംസ്കെയർ ഒക്കെ ഒരുപാടുണ്ടോ? ഒരുപാടുണ്ട്. മീൻസ് നമ്മള് ഫസ്റ്റ് കണ്ടിട്ടില്ലേ, ആ ഒരു അതേ ടെംപ്ലേറ്റ് ആണ്, പക്ഷെ ഇത്തിരി ബ്രൂട്ടലിറ്റി ഇത്തിരി കൂടുതലാണ്. ഡിസ്കസ്റ്റിംഗ് ആണ് ഇത്തിരി. പീക്ക് വയലൻസ് ആണോ? അതെ, ഒരിക്കലും ഡിസ്കസ് ഒട്ടും കണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇല്ല, മീൻസ് കണ്ടിരിക്കുക, എന്നാലും പെട്ടെന്ന് കാണുന്നവർക്ക് അതൊരു എങ്ങനെ അറിഞ്ഞൂടാ. ഫാമിലിയായിട്ടൊന്നും ഒരിക്കലും കാണാൻ പറ്റില്ല. ഫാമിലി പറ്റില്ല. ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്നിരുന്ന് കാണാൻ പറ്റിയ സിനിമയാണ്. ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടിത്തെരിച്ച്. അതെ, ഉറപ്പായിട്ടും. ഇതിലൂടെ നമ്മൾ കാണാത്ത രീതിയിലുള്ള വയലൻസ് ഒക്കെയാണ്. അതെ അതെ. മീൻസ് നമ്മള് ഇതുവരെ ഇവളുടെ സീരീസിൽ വെച്ചിട്ട് ബെറ്റർ ഇതായിരിക്കും. ജംസ് കേസ് ഉണ്ട്, സ്ലാഷർ ആണ്, പിന്നെ നല്ല വയലൻസ് ഉണ്ട്. നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നമ്മളെ ഒരു അറപ്പ് ഉണ്ടാക്കുന്ന ഒരുപാട് സീൻസ് ഒക്കെ ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള. ഭയങ്കര ഡിസ്കസ്റ്റിംഗ് മൂവിയാണ്. ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആണ്. അതെ അതെ. അപ്പൊ കണ്ടു തീർക്കാൻ ഭയങ്കര പാടായിരിക്കും. അതെ, ഫാമിലിക്ക് ഒന്നും പറ്റത്തില്ല. ജംസ്കെയർ മൂവ്മെന്റ്സ് ഒക്കെ അപ്പം കുറവായിരുന്നു. ജംസ്കെയർസ് ഒക്കെ നന്നായിട്ടുണ്ട്, അത്യാവശ്യം. കൊള്ളാം ബ്രോ, നല്ല പടമാണ്, എൻഗേജിങ് ആണ് പടം. ഈ റീസെന്റ് ആയിട്ട് ഈവിൾ ഡെഡ് ഫ്രാഞ്ചൈസിൽ വന്നതിന്റെ ഏറ്റവും ബെസ്റ്റ് മൂവിയാണ്. തീർച്ചയായിട്ടും കാണേണ്ട പടമാണ്. പീക്ക് വയലൻസ് ആണോ? നല്ല രീതിയിലുണ്ട്, നല്ല വയലൻസ് ഉണ്ട്. അത് മനസ്സിലാക്കി വേണം കാണാൻ. നല്ല രീതിയിൽ എക്സ്ട്രീം ആയിട്ടുള്ള വയലൻസ് ആണ്. വെറുതെ ചുമ്മാ നമ്മളെ പേടിപ്പിക്കാന്നല്ല, ആ കഥയ്ക്ക് വേണ്ടതായിട്ടുള്ള വയലൻസ് സിനിമയിലുണ്ട്. ജംസ്കെയറിനെ കാട്ടിയും ഉണ്ട്, ജംസ്കെയർ ഇല്ല എന്നല്ല, പക്ഷെ അതിനെക്കാട്ടിയും നല്ല രീതിയിൽ പ്രേതം ശരിക്കും എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നുള്ളൊരു സീൻ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. നല്ല രീതിയിൽ നല്ല സ്ക്രീനിൽ കാണാൻ നോക്കുക, എന്തായാലും കണ്ടിരിക്കേണ്ട കേട്ടോ. കുഴപ്പമില്ല, വയലൻസ് ഒക്കെ വർക്ക്ഔട്ട് ആയില്ല. വയലൻസ് ഉണ്ട്, കുറച്ച് കൂടുതലാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. പിന്നെ കാണാം. ജംസ്കെയർ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടോ? കുറവാ, അത്ര വർക്ക്ഔട്ട് ആയില്ല. ചേട്ടാ എങ്ങും പേടിച്ചില്ല? ഒന്ന് രണ്ട് ഇത് മാത്രം അങ്ങനെ സഡൻ ജംപ്സ് അങ്ങനെ ഇതൊക്കെ ഉള്ളു.